ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റെം സെൽസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് സ്റ്റെം സെൽ ടെക്നോളജിയിലോട്ട് വരാം. സ്റ്റെം സെൽ റിസർച്ചിൽ നമുക്ക് സ്റ്റെം സെൽസ് വേണം. ഏത് ടൈപ്പ് ഓഫ് സ്റ്റെം സെൽസ് ആണ് നമ്മൾ എടുക്കുക പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആണ്. പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ അത് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആണ്. നിങ്ങൾക്കറിയാം, ESCS ഞാൻ പറഞ്ഞായിരുന്നു, എംബ്രിയോണിക് സ്റ്റെം സെൽസ്. അത് ബ്ലാസ്റ്റോസിസ്റ്റിലെ ഇന്നർ സെൽ മാസ് ആണ്. സോ വി നീഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ഓർ എംബ്രിയോണിക് സ്റ്റെം സെൽസ് അല്ലേ. ഈ സെൽസിനാണ് ഏത് ടൈപ്പ് ഓഫ് സെല്ലായിട്ട് മാറാനുള്ള കേപ്പബിലിറ്റി ഉള്ളത്. നമ്മൾ കണ്ടായിരുന്നു, എക്ടോഡേം മീസോഡേം എൻഡോഡേം ലൈനിലോട്ട് വേണ്ട ഏത് കൈൻഡ് ഓഫ് സെൽസ് വേണം ആ സെൽസായിട്ട് മാറാനുള്ള ആ സെൽസ് ഫോം ചെയ്യുന്നത് ഈ പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെല്ലിൽ നിന്നാണ്. അപ്പോൾ ഈ പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെല്ല് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് സെല്ല് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ഓർ എംബ്രിയോണിക് സ്റ്റെം സെൽസ് നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്യും? ഒബ്വിയസ്ലി അതിനൊരു എംബ്രിയോ വേണം അല്ലേ. പക്ഷേ ഒരു യൂട്രസിൽ വളരുന്ന ലൈഫിൽ നിന്ന് ഈ എംബ്രിയോണിക് സ്റ്റെം സെൽസ് എടുക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് എ പോസിബിൾ തിങ്, റൈറ്റ്? അവിടെ നമ്മൾ സ്റ്റെം സെൽസ് കളക്ട് ചെയ്തിരുന്നത് അബോർട്ടഡ് എംബ്രിയോസിൽ നിന്നും, അതുപോലെ IVF പ്രൊസീജിയറിലൂടെ, IVF എന്ന് പറയുമ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലേ. ഇപ്പോൾ IVF പ്രൊസീജിയറിലൂടെ ഫോം ചെയ്ത എംബ്രിയോസ്, IVF എംബ്രിയോസ് എന്ന് പറയാം, അത് ഡോണറിൻ്റെ കൺസെൻറ്റോട് കൂടി നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ അതിലും ഒരുപാട് ഇഷ്യൂസ്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ലൈഫാണ് അല്ലേ, ലിവിങ് ക്രിയേച്ചറാണെന്ന് നമുക്ക് പറയാം. ഈവൻ ലബോറട്ടറി കണ്ടീഷനിൽ ഫോം ചെയ്യുന്ന എംബ്രിയോയും ലൈഫ് തന്നെയാണ്, ലിവിങ് തന്നെയാണ് അല്ലേ. സോ എപ്പോഴും ഈ സ്റ്റെം സെൽ റിസർച്ചിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ക്രിറ്റിസിസംസ്, ഈ ഇഷ്യൂസ് ഒക്കെ എല്ലാം പോയിന്റ് ചെയ്തിരുന്നത് നമ്മൾ ലൈഫിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് എന്ന ഐഡിയയിലോട്ട് വരുന്നത്. നമ്മൾ അത് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. സ്റ്റെം സെൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ അല്ലേ. അപ്പോൾ IPSCS ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റെം സെൽസ് ആണ്. ഇനി നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് നമ്മൾ റീപ്രോഗ്രാം ചെയ്തെടുക്കുന്ന സ്റ്റെം സെൽസ് ആണ്. ആ പേരിൽ തന്നെയുണ്ട് ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ്. നമ്മൾ പ്ലൂറിപൊട്ടൻസി ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അഡൽട്ടിൻ്റെ സ്റ്റെം സെൽസിലേക്ക് വരുമ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു വൈഡ് റേഞ്ച് ഓഫ് സെൽ ടൈപ്സ് ഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറവാണ്, പൊട്ടൻസി കുറവാണെന്ന് നമ്മൾ കണ്ടു. വി ഹാവ് മൾട്ടിപൊട്ടൻറ്റ് ഓർ ഒളിഗോപൊട്ടൻറ്റ് യൂണിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്. നമുക്ക് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആണ് വേണ്ടത്. സോ അഡൽട്ടിൻ്റെ ബോഡിയിൽ നിന്ന് സൊമാറ്റിക് സെൽസ് എടുക്കുന്നു. സൊമാറ്റിക് സെൽസ് എന്ന് പറയുമ്പോൾ ബോഡി സെൽസ് അല്ലേ, സെൽസ് അതർ ദാൻ റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ് സൊമാറ്റിക് സെൽസ്. ബോഡി സെൽസ് നമുക്ക് പറയാം. ഈ ബോഡി സെൽസ് എടുത്തിട്ട് അതിനെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുകയാണ്, ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെല്ലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സെൽ ടൈപ്പ് ഏതാണോ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നർവ് സെൽസ് വേണോ, നർവ് സെൽസ് ഉണ്ടാക്കാം. മസിൽ സെൽസ് വേണോ, കാർഡിയാക് സെൽസ് വേണോ, എന്തെങ്കിലും ഓർഗൻസ് ഉണ്ടാക്കണോ, എന്തും നമുക്ക് സാധ്യമാകും വിത്ത് ദിസ് ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്. സോ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആർ എ ടൈപ്പ് ഓഫ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽ ഡിറൈവ്ഡ് ഫ്രം അഡൽട്ട് സൊമാറ്റിക് സെൽസ്. ഓർമ്മയുണ്ടാവണം കേട്ടോ, നമ്മുടെ സൊമാറ്റിക് സെൽസിൽ നിന്നാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് റീപ്രോഗ്രാം ചെയ്തെടുക്കുന്നത്. ദേ ഹാവ് ബീൻ റീപ്രോഗ്രാംഡ്. സൊമാറ്റിക് സെൽസ് നമ്മൾ റീപ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. സൊമാറ്റിക് സെൽസിൽ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആക്കി മാറ്റുന്നു. സോ ദേ ഹാവ് ബീൻ റീപ്രോഗ്രാം ത്രൂ ഇൻഡ്യൂസിങ് ജീൻസ് ആൻഡ് ഫാക്ടേഴ്സ് ടു ബി പ്ലൂറിപൊട്ടൻറ്റ്. അങ്ങനെയാകുമ്പോൾ ഇവർ will be similar to embryonic stem cells in many aspects. And stem cell technology is a rapidly developing field that combines the efforts of cell biologists, geneticists and clinicians and offers hope of effective treatment for a variety of diseases. Stem cell technology എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചിന്തിക്കുക, പല തരത്തിലുള്ള ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ സ്റ്റെം സെൽസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ആൻഡ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറേ ഫീൽഡ്സിൻ്റെ ഒരു മിക്സിംഗ് ആണ്. അതായത് കുറേ ഏരിയാസിൻ്റെ എഫേർട്സ് ഉണ്ട് അല്ലേ. ലൈക്ക് സെൽ ബയോളജി, ജെനറ്റിക്സ്, അതുപോലെ ക്ലിനിക്കൽ ഫീൽഡ്, ഇതൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള, ഈ ഏരിയകളിൽ നിന്നുള്ള എഫേർട്സ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളതാണ് സ്റ്റെം സെൽ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റെം സെൽ ടെക്നോളജിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു പിക്ചറൈസേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അഡൾട്ടിൻ്റെ ബോഡിയിൽ നിന്ന് ബയോപ്സി വഴി നമ്മൾ സൊമാറ്റിക് സെൽസ് എടുക്കുന്നു, അതിനെ റീപ്രോഗ്രാം ചെയ്ത് ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആക്കി മാറ്റുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സെൽസ് നമ്മൾ ഫോം ചെയ്യിപ്പിക്കുന്നു. ലൈക്ക് ബ്രെയിൻ സെൽസ് വേണോ, മസിൽ സെൽസ് വേണോ, ഫാറ്റ് സെൽസ് വേണോ,
അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ് ഓഫ് ദ പാൻക്രിയാറ്റിക് സെൽസ് വേണം അല്ലേ. എന്തിനാണ് ഈ സെൽസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്? ശരിക്കും നമ്മുടെ ബോഡിയിൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, സെൽ ഡാമേജ് ഓർ ടിഷ്യൂ ഡാമേജ് ഓർ ഓർഗൻസ് ഓർ ഏതെങ്കിലും ബോഡി പാർട്സ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സ്യൂട്ട് ആകുന്ന സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ്, ഈവൻ ഓർഗൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് വെച്ചിട്ട് നമുക്ക് പല ഡിസീസസിൻ്റെയും ട്രീറ്റ്മെൻറ്റ്സ് നടത്താനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടെ സെൽ തെറാപ്പി, ദെൻ ലാബ് മെയ്ഡ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസീസ് ഇൻക്ലൂഡിങ് ഓർഗനോയിഡ്സ്, ഡ്രഗ് ടെസ്റ്റിംഗ് എന്നൊക്കെ കാണാം. ഓർഗനോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഓർഗൻസ് നമുക്ക് ലബോറട്ടറി കണ്ടീഷനിൽ അതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനെ മിമിക് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ലിവർ, പാൻക്രിയാസ്, കിഡ്നി അതുപോലുള്ള ഓർഗൻസിലെ നമ്മുടെ ബോഡിയിൽ ഈ ഓർഗൻസൊക്കെ നമുക്ക് ലബോറട്ടറി കണ്ടീഷനിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്തിനാണ് അങ്ങനെ ഓർഗനോയിഡ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഡിസീസിനെ കുറിച്ച് പഠിക്കണമായിരിക്കും അല്ലേ. ഏതെങ്കിലും ഡിസീസിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഡ്രഗ് ടെസ്റ്റിങ്ങിന് അതിൻ്റെ ടാർജറ്റിംഗ് ഓർ ടോക്സിസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഓർഗനോയിഡ്സ് ഉപയോഗിക്കാം. ഈവൻ ഫോർ സ്റ്റെം സെൽ റിസർച്ച് ഓർ സ്റ്റെം സെൽ സ്റ്റഡീസിന് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ദ പ്രോമിസ് ഓഫ് സ്റ്റെം സെൽ റിസർച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടല്ലേ. പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് വെച്ചിട്ട്, കൾച്ചേർഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്തേ. നമുക്ക് ആവശ്യമായിട്ടുള്ള സെൽസ് ഓർ ടിഷ്യൂസ് ഓർ ഈവൻ ഓർഗൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് നടത്താനായിട്ട് പറ്റും അല്ലേ. ഇപ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കേസിൽ നിങ്ങൾ പഠിച്ചതാണ്, പലതരത്തിലുള്ള ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ്, അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ. അതൊക്കെ നമുക്ക് ഈ സ്റ്റെം സെൽസ് ഉപയോഗിക്കുക വഴി അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റെം സെൽസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഡിസീസ് ട്രീറ്റ്മെൻറ്റ്സ് നടത്താം? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ കൂടെ ഇതുകൂടെ ആഡ് ചെയ്ത് പഠിക്കണം. പലതരത്തിലുള്ള ക്യാൻസേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിന് നമുക്ക് സ്റ്റെം സെൽസ് ഉപയോഗിക്കാം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലുക്കീമിയയ്ക്ക് നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു വരുന്നതാണ് അല്ലേ. പാർക്കിൻസൺസ് ആൻഡ് അൾഷിമേഴ്സ് ഡിസീസിൽ നർവ് സെൽസ് ആണ് ഡാമേജ്ഡ് ആകുന്നത്. അവിടെ നമുക്ക് ഈ സ്റ്റെം സെൽസ് ഉപയോഗിക്കാം. ദെൻ ഹാർട്ട് മസിൽ സെൽസ് ഫോർ ഹാർട്ട് ഡിസീസ്. ദെൻ പാൻക്രിയാറ്റിക് ഐലറ്റ് സെൽസ് ഫോർ ഡയബറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് പാൻക്രിയാറ്റിക് സെൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് പാൻക്രിയാറ്റിക് സെൽസ് കൊടുക്കുക വഴി ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് നടത്താനായിട്ട് പറ്റും. ഒബ്വിയസ്ലി പല ജനറ്റിക് ഡിസീസസ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ സിസ്റ്റിക് ഫൈബ്രോസിസ് അല്ലെങ്കിൽ ADA ഡെഫിഷ്യൻസിയുടെ കേസ് നിങ്ങൾ കണ്ടതാണ്. ADA ഡെഫിഷ്യൻസിയിൽ നമ്മൾ ഒരു പ്രോബ്ലമായിട്ട് കണ്ടത് ലിംഫോസൈറ്റ്സിലാണ് നമ്മൾ ഈ തെറാപ്പി നടത്തുന്നത് അല്ലേ. അപ്പോൾ ലിംഫോസൈറ്റ്സ് നമ്മൾ പേഷ്യൻസിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് കറക്റ്റ് ജീൻ ഇട്ട് കൊടുത്ത ശേഷം പേഷ്യൻ്റെ ബോഡിയിലോട്ട് റീഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. അത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊരു പെർമനൻറ്റ് ക്യൂർ അല്ല, ബിക്കോസ് ലിംഫോസൈറ്റ്സ് ആർ നോട്ട് ഇമ്മോർട്ടൽ എന്ന് കണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലിംഫോസൈറ്റ്സിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. പക്ഷെ അതിനൊരു പെർമനൻറ്റ് ക്യൂർ ആയിട്ട് പറഞ്ഞത് എംബ്രിയോണിക് സ്റ്റേജിൽ നമ്മൾ ഈ ADA കോഡിങ് ജീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി എ പെർമനൻറ്റ് ക്യൂർ എന്നല്ലേ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റെം സെൽ എന്ന ടോപ്പിക്കിലോട്ട് വന്നത് അല്ലേ. എംബ്രിയോണിക് സ്റ്റേജിൽ നമ്മൾ ADA കോഡിങ് ജീൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എംബ്രിയോണിക് സ്റ്റെം സെൽസിലേക്കാണ് കൊടുക്കുന്നത്. സോ നാച്ചുറലി അവിടെ നോർമൽ ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലിംഫോസൈറ്റ്സ് മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന വേറൊരു പോയിൻ്റാണ്, നമ്മുടെ കാർഡിയാക് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡൾട്ട് ബോൺ മാരോ നമുക്ക് ഹാർട്ട് ആർട്ടറീസിലോട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കാം. ബോൺ മാരോ എന്തിനാണ് ഇൻജെക്ട് ചെയ്യുന്നത്? ബോൺ മാരോയിലാണ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ. സോ അത് കൊടുക്കുക വഴി നമ്മുടെ കാർഡിയാക് ഫങ്ഷൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ പ്രോമിസ് ഓഫ് സ്റ്റെം സെൽ റിസർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആരോ മാർക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡ്രഗിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടല്ലേ, ഡ്രഗിൻ്റെ ടോക്സിസിറ്റി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ടാർജറ്റിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പലതരത്തിലുള്ള മെഡിസിൻസ് അല്ലേ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെം സെൽസ് ഉപയോഗിക്കാം. ആൻഡ് ഈ സ്റ്റെം സെൽസ് വെച്ചിട്ട് നമുക്ക് സെൽ ഡിഫറൻഷിയേഷനെ കുറിച്ച് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ സെൽ ഡിഫറൻഷിയേഷനെ കുറിച്ച് പഠിക്കുക വഴി നമുക്ക് പലതരത്തിലുള്ള ബർത്ത് ഡിഫക്ട്സ് അല്ലേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ തന്നെ സ്റ്റെം സെൽസ് നമുക്ക് ജനിക്കുമ്പോൾ തൊട്ട് കളക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അംബിലിക്കൽ കോഡിലെ സ്റ്റെം സെൽസ്, അംബിലിക്കൽ കോഡ് ബ്ലഡ് സ്റ്റെം സെൽസ്, ദെൻ പ്ലാസൻ്റയിലെ സ്റ്റെം സെൽസ് ഓർ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ സ്റ്റെം സെൽസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമ്മുടെ തന്നെ സ്റ്റെം സെൽസ് നമുക്ക് ഉപയോഗിക്കാം.
അങ്ങനെയല്ലേ? അതല്ലാതെ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസിൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പല കേസിലും നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കേസിൽ അല്ലെങ്കിൽ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന സമയത്തൊക്കെ ഒരുപാട് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അത് നമ്മുടെ തന്നെ സ്റ്റെം സെൽസിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സെൽസ് ഓർ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അലർജിക് റിയാക്ഷൻസ്, അനാവശ്യമായിട്ടുള്ള ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ട് പറ്റും. ആൻഡ് ദിസ് കുഡ് ബി മോർ എഫക്റ്റീവ് ദാൻ എനി അതർ ട്രീറ്റ്മെൻറ്റ്സ്, റൈറ്റ്? അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു സ്റ്റെം സെൽ റിസർച്ചിൻ്റെ ടൈം ലൈന് സമയമുണ്ടെങ്കിൽ പറഞ്ഞു തരാമെന്ന്. ഇപ്പോൾ കുറച്ച് സമയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ടൈം ലൈൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺസ് ഇൻ സ്റ്റെം സെൽ റിസർച്ച്. തുടക്കം മുതൽ ഇപ്പോൾ വരെ സ്റ്റെം സെൽ റിസർച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺസ് പറഞ്ഞ് നമുക്ക് പോകാതെ, ഞാനിവിടെ 1956 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1956 ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നു. 1961 ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് മൈസിൽ നമ്മൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. പിന്നെ 1978 സ്റ്റെം സെൽസ് ആർ ഡിസ്കവേർഡ് ഇൻ ഹ്യൂമൻ അംബിലിക്കൽ കോർഡ് ബ്ലഡിൽ സ്റ്റെം സെൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. ഈ അംബിലിക്കൽ കോർഡ് ബ്ലഡിൻ്റെ അംബിലിക്കൽ കോർഡ് ബ്ലഡിലെ സ്റ്റെം സെൽസിനെ കുറിച്ച് വേറെ സെപ്പറേറ്റ് നമുക്കിനി പഠിക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ കുറേ മൈൽ സ്റ്റോൺസും ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നല്ല PDF ഫയൽസ് എടുത്ത് വായിക്കണം കേട്ടോ. ഈ റിസർച്ച് ഗൈറ്റിലും സയൻസ് ഡയറക്റ്റിലും ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും. 1988 ഫസ്റ്റ് സക്സസ്ഫുൾ കോർഡ് ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു. നിങ്ങൾ വായിക്കുക. 1998 ഹ്യൂമൻ എംബ്രിയോണിക് സ്റ്റെം സെൽസ് അല്ലേ, HESCS എന്ന് കൊടുത്തേക്കുന്നത് ഹ്യൂമൻ എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആണ്. അത് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, മാർക്കിംഗ് എ ബ്രേക്ക് ത്രൂ ഫോർ റീജനറേറ്റീവ് മെഡിസിൻ. ആൻഡ് 2001 US പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഈ സ്റ്റെം സെൽ റിസർച്ച്, എംബ്രിയോണിക് സ്റ്റെം സെൽ റിസർച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഹി റെസ്ട്രിക്റ്റഡ് ഫെഡറൽ ഫണ്ടിങ് ഫോർ എംബ്രിയോണിക് സ്റ്റെം സെൽ റിസർച്ച്. അത് ശരിക്കും എത്തിക്കൽ ഇഷ്യൂസ് വെച്ചുകൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലിവിങ് ഓർഗാനിസംസിനെ വെച്ചുള്ള കളിയാണത് അല്ലേ. അപ്പം ലിവിങ് ഓർഗാനിസംസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നു എന്നൊരു കൺസേണിലാണ് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ബറാക്ക് ഒബാമ വന്നപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് മാറ്റുകയും വീണ്ടും എംബ്രിയോണിക് സ്റ്റെം സെൽ റിസർച്ചുള്ള ഫണ്ടിങ് അതിനുള്ള അനുമതി കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. And in 2006, Shinya Yamanaka develops induced pluripotent stem cells from adult mouse fibroblast, offering an ethical alternative to ESCS. അപ്പോൾ എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഉപയോഗിക്കുന്നതിന് പകരം അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്. അപ്പോൾ അതിൽ ഈ എത്തിക്കൽ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല അല്ലേ. ലിവിങ് ഓർഗാനിസംസിനെ കൊല്ലുന്നു എന്നൊരു കൺസേൺ ഒന്നും വരുന്നില്ല. നമ്മൾ എവിടെ നിന്നാണ് ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് ആദ്യം ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? മൗസിൽ നിന്നാണ്. മൗസിൻ്റെ ഫൈബ്രോബ്ലാസ്റ്റിൽ നിന്ന്, അഡൾട്ട് മൗസ് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ഫോം ചെയ്യാൻ വേണ്ട സെൽസ് ആണ് അല്ലേ. 2007 നമ്മൾ ഹ്യൂമൻസിൽ നിന്ന് ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് സക്സസ്ഫുള്ളി ഡിറൈവ് ചെയ്തെടുത്തു, അലോയിങ് റിസർച്ചേഴ്സ് ടു ബൈപാസ് ദ നീഡ് ഫോർ എംബ്രിയോണിക് സെൽസ്. അപ്പോൾ എംബ്രിയോണിക് സ്റ്റെം സെൽസ് വെച്ച് മാത്രമേ സ്റ്റെം സെൽ റിസർച്ച് നടത്താൻ പറ്റൂ എന്നൊരു കാര്യം നമ്മളവിടെ മറികടന്നു. 2009 ഞാൻ പറഞ്ഞായിരുന്നു US പ്രസിഡന്റ് ബറാക്ക് ഒബാമ സൈൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡർ റിവേഴ്സിംഗ് ബുഷ് ഇറ റെസ്ട്രിക്ഷൻസ്. ബുഷ് നേരത്തെ റെസ്ട്രിക്ഷൻ വെച്ചായിരുന്നു അല്ലേ, അതിവിടെ റിവേഴ്സൽ ചെയ്യപ്പെട്ടു. അലോയിങ് എക്സ്പാൻഡഡ് ഫെഡറൽ ഫണ്ടിങ് ഫോർ ESC റിസർച്ച്. 2010 Geron Corporation launches the first FDA approved clinical trial using embryonic stem cells for spinal cord injury treatment. 2012 Shinya Yamanaka and John Gurdon win the Nobel Prize in medicine for their discoveries in iPSC technology. 2014 Masayo Takahashi initiates the first human clinical trial using iPSCs to treat macular degeneration in Japan. 2017 scientists successfully generate functional brain organoids ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ ഓർഗൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ബ്രെയിൻ ഓർഗനോയിഡ്സ് ഫ്രം ഹ്യൂമൻ സ്റ്റെം സെൽസ് ഫോർ ന്യൂറോളജിക്കൽ റിസർച്ച്. പിന്നെന്താണ്, 2019 സ്റ്റെം സെൽ തെറാപ്പി applied to spinal cord injury patients, showing promising results in regeneration. 2020 stem cell treatments are trialed for severe COVID-19 cases, targeting lung inflammation and damage. 2021 advances in stem cell technology allow for lab-grown mini organs or organoids ഞാൻ പറഞ്ഞായിരുന്നു to model diseases and test therapies. 2023 CRISPR edited stem cells are used in experimental treatments for genetic disorders like sickle cell anemia and beta thalassemia. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ.
So, stem cell technology is continuously evolving with applications in regenerative medicine, disease modeling, drug testing, and genetic therapy. അപ്പോൾ സ്റ്റെം സെൽസിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിരുന്നു, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്ത്. അത്രയും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നിക്കൊണ്ട് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇനിയും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, കുറേ ഇൻഫർമേഷൻസ് കിട്ടും. ആൻഡ് NCERTയുടെ സപ്ലിമെൻ്ററി മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള സ്റ്റെം സെൽ ടെക്നോളജി വായിക്കാൻ മറക്കരുത്. അത് നന്നായിട്ട് വായിക്കുക. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പോയിന്റ് ചെയ്തിട്ടുള്ളൂ. അത് വായിച്ച് പഠിക്കുക. ഓക്കെ.